നമ്മളിന്ന് പൈനാപ്പിൾ കൊണ്ട് ഒരു അടിപൊളി വെറൈറ്റി സാധനമാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതിന് ഒരു പൈനാപ്പിൾ എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യും ചേർത്ത് നന്നായിട്ടൊന്ന് ഒരു 2-3 മിനിറ്റ് വഴറ്റിയെടുക്കാം. ഇത് ഒരുപാട് നേരം വഴറ്റണമെന്നില്ല. അതിലേക്ക് ഒരു 250 ml അത് ആവശ്യാനുസരണം പാലൊഴിക്കുക. കാരണം ആ പൈനാപ്പിൾ അതിൽ കടന്ന് കുക്കായി കിട്ടണം, നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. പിന്നെ ഒരു കാര്യം പറയാം, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പാലും പൈനാപ്പിളും കൂടെ ഒഴിച്ച് തിളപ്പിച്ച് കഴിയുമ്പോൾ അതൊന്ന് സെപ്പറേറ്റ് ചെയ്യും. അത് കണ്ടിട്ട് പേടിക്കേണ്ട, ഇത് ചള്ളായിപ്പോയി എന്ന് വിചാരിക്കേണ്ട. അത് കുറച്ച് കണ്ടിന്യൂസ്ലി നമ്മളത് ഇളക്കി കുക്ക് ചെയ്തെടുക്കുമ്പോൾ അത് പെർഫെക്റ്റായിട്ട് വന്നോളും. അത് ആ പൈനാപ്പിളിൻ്റെ പുളി ഉള്ളത് കാരണമാണ് അങ്ങനെ സംഭവിക്കുന്നത്. ആ സെപ്പറേറ്റ് ആയത് പെർഫെക്റ്റായിട്ട് കിട്ടും. ഇപ്പം നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്ത് മാറ്റി വെച്ചു. അതിന് ശേഷം ഇതിപ്പോൾ തണുത്ത ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളിനി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നന്നായിട്ട് അടിച്ചെടുത്തിട്ട് അതേ സെയിം പാനിലേക്ക് ഞാൻ ഒഴിച്ചെടുക്കുകയാണ്. ഈ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട്, ആ കഴുകി എടുക്കാനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ഞാൻ ഇനി ചേർക്കാൻ പോകുന്നത് ഒരു 1/2 കപ്പ് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവേ. ഇതിപ്പോൾ നമ്മൾ തയ്യാറാക്കി എടുത്തു കഴിയുമ്പോൾ നമുക്ക് ശരിക്കും ഒരു പേടയൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലാണ് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചെയ്ത് കൊടുക്കാം. ചിലർക്ക് നെയ്യ് ഇഷ്ടമില്ലായിരിക്കാം, അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. പിന്നെ അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അതിപ്പോൾ ഷുഗറിൻ്റെ അളവ് നോക്കിയിട്ട്, പൈനാപ്പിളിന് ഒത്തിരി മധുരമുണ്ട്, നമ്മൾ ഒരുപാട് ഷുഗർ ചേർത്ത് കൊടുക്കണ്ട. കാരണം നോർമലി പൈനാപ്പിളിൻ്റെ ഒരു പൊടിയുണ്ട്, അതുകൊണ്ട് കുറച്ച് മധുരത്തിൻ്റെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. പഞ്ചസാരയുടെ അളവ് ഞാൻ പറയുന്നില്ല, അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഈ പഞ്ചസാരയും പാൽപ്പൊടിയും എല്ലാം കൂടെ അതിൽ മെൽറ്റായ ശേഷം, നന്നായിട്ട് മിക്സായി വന്ന ശേഷം നമുക്ക് 3 ഓപ്ഷനുണ്ട്. ഒന്ന്, ഞാനിവിടെ അഗാർ-അഗാറാണ് ചേർക്കുന്നത്. പക്ഷേ അഗാർ-അഗാർ ഇല്ലാത്തവർക്ക് ജലാറ്റിൻ ചേർത്ത് കൊടുക്കാം. അതും പൊതുവേ എല്ലാവരുടെയും കാണാറില്ല. അപ്പോൾ ജലാറ്റിൻ ഇല്ലാത്തവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നമ്മുടെ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ, ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ച് ഒരു 1-2 മിനിറ്റോളം അത് കുക്ക് ചെയ്തെടുക്കണം. ആ മിക്സർ ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്ന ശേഷം എടുത്തു കഴിഞ്ഞാൽ അഗാർ-അഗാർ ചേർക്കുന്ന സെയിം എഫക്റ്റ് തന്നെയാണ് കിട്ടുന്നത്. ഞാനിവിടെ 1 ടീസ്പൂണോളം അഗാർ-അഗാറാണ് ചേർക്കുന്നത്. കാരണം എൻ്റെ ജോലി എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് കോൺഫ്ലോർ ചെയ്ത് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. പിന്നെ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കാഷ്യൂ നട്ട് കൂടെ വേണം. അത് ഞാൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം 1-2 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി, ഒരുപാട് നേരമൊന്നും വേണ്ട. അപ്പോഴത്തേക്കും നമ്മുടെ ഈ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കാഷ്യൂ നട്ട് വറുത്തെടുക്കുകയാണ്. നെയ്യ് വേണ്ടവർക്ക് നെയ്യ് ഒഴിക്കാം, പക്ഷേ ഞാൻ എണ്ണ മതി എന്ന് വിചാരിച്ചിട്ടാണ്, എനിക്ക് ഒരുപാട് നെയ്യ് വേണ്ട, അതുകൊണ്ട് എണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇപ്പം കാഷ്യൂ വറുത്തെടുത്തുകൊണ്ട് വന്നു. അത് നമുക്ക് കുറച്ച് പകുതിയെ ഞാൻ ഇതിലേക്ക് ഇട്ടുന്നുള്ളൂ. പകുതി നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മളത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പാത്രത്തിൽ ഒഴിച്ച ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് തണുക്കുന്നതിന് മുമ്പ് പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കണം, അല്ലെങ്കിൽ അത് സെറ്റായി പോകും. അപ്പോൾ ഞാനിങ്ങനെ ഒരു റെക്റ്റാങ്കിൾ പാത്രത്തിലേക്കാണ് ഇത് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് ഈ മിക്സർ നന്നായിട്ട് പുറത്തിരുന്ന് തണുത്ത ശേഷം നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് സെറ്റാക്കി എടുക്കാം. പുറത്തിരുന്നാൽ സെറ്റാവും, പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാനാണ് ഇതിന് ടേസ്റ്റ്. കാരണം അത് ആ ഫ്രിഡ്ജിൻ്റെ തണുപ്പൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇത്തിരി കാഷ്യൂ നട്ടും കൂടി ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അത് നമുക്ക് സ്പൂണും കൂടി ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് മോൾ ഭാഗത്തുനിന്ന് കാഷ്യൂ താഴോട്ട് താന്നു പൊക്കോളും. ഒത്തിരി പ്രസ്സല്ല, ജസ്റ്റ് ഒന്ന് പതിഞ്ഞിരിക്കാൻ വേണ്ടി. അപ്പം നമ്മുടെ അടിപൊളി പൈനാപ്പിൾ കൊണ്ടുള്ള ഒരു പുഡിംഗ് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് കറി ലൈഫ്.